ഹലോ അസ്സലാമലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഫ്രോസൺ ചപ്പാത്തി വാങ്ങുന്നവരാണെങ്കിൽ അവർക്ക് കാണാൻ പറ്റിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ചപ്പാത്തി എപ്പോഴും വാങ്ങലില്ല, ഇടയ്ക്ക് ഒന്ന് ഇപ്പോൾ നമുക്ക് എമർജൻസി എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങി വെച്ച ചപ്പാത്തി പാക്കറ്റാണ്. ചപ്പാത്തിയും ഫ്രോസൺ പൊറോട്ടയൊക്കെ വാങ്ങി വെക്കലുണ്ട്. ഒരു സുഖമില്ലാതെ പെട്ടെന്ന് അങ്ങനെ എമർജൻസി കേസ് നമുക്കത് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ വാങ്ങി വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ചപ്പാത്തിയുടെ പാക്കറ്റ് എടുക്കും. പല ബ്രാൻഡ് നമുക്ക് കിട്ടും. ഈ ബ്രാൻഡാണ് ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വാങ്ങും. അപ്പോൾ ചിലത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഏതാ സ്റ്റോക്ക് വെച്ച് അത് അങ്ങനെ വാങ്ങാട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കത്രി വെച്ച് കട്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. സിപ്പ് ലോക്കാണിത്. അതിന് ശേഷം ഇതിങ്ങനെ ഓരോന്നെടുത്ത് മാറ്റുക. ചില ബ്രാൻഡിൻ്റെ എന്ത് ചെയ്യും, ഓരോ ചപ്പാത്തി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു പ്ലാസ്റ്റിക് കവർ ഉണ്ടാവും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. ഇതിനതില്ല കേട്ടോ. ഈ ബ്രാൻഡിന് അതില്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയാലുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ ഒട്ടിപ്പിടിക്കില്ല, സുഖം, നമുക്ക് എടുക്കാനും സുഖമാണ്. പിന്നെ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 5 മിനിറ്റ് മുന്നായിട്ട് പുറത്ത് വയ്ക്കുവാണ്. അപ്പോൾ ഈസി ആയിട്ട് കിട്ടും. ഞാൻ എടുത്തതിന് ശേഷം ഇത് അറിയുന്ന ആൾക്കാരുണ്ടാവും ഈ ടിപ്പ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ചിലർ ഇതുപോലെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ എന്തായാലും ഞാനൊരു ചപ്പാത്തി എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന കത്രിക എടുക്കാൻ നോക്കുക. അതിന് ശേഷം ആ കട്ട് ചെയ്ത സൈഡ് ഭാഗം ഇതേപോലെ, അതായത് ഒരു ചപ്പാത്തി 4 പീസാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ സൈഡ് കട്ട് ചെയ്തതും ഇതേപോലെ ചെറിയ പീസാക്കി എടുക്കുക. അപ്പോൾ ഒരു ചപ്പാത്തി നമുക്ക് 4 പീസ് വെച്ചിട്ട് കിട്ടി. ഇതുപോലെ ഞാൻ 3 എണ്ണം ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ 12 പീസ് നമുക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. 3 ചപ്പാത്തിയിൽ നിന്ന് 12 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ കട്ട് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ, ഇത് കട്ട് ചെയ്തതിന് ശേഷം ഒരു പാൻ വെക്കുക. പാൻ ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ചൂടായ ഓയിലേക്ക് ഇട്ടിട്ട് നമ്മൾ സാധാ ഭൂരി പൊരിക്കുന്ന പോലെ അങ്ങോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അതായത് ഫ്രോസൺ ചപ്പാത്തി വാങ്ങിയാൽ ഇതേപോലെ ഭൂരി ഉണ്ടാക്കാം. ഫ്രോസൺ ചപ്പാത്തി വാങ്ങിയാൽ പൂരി കഴിക്കുന്നവർക്ക് പൂരിയും കഴിക്കുക, ചപ്പാത്തി കഴിക്കുന്നുണ്ടെങ്കിൽ ചപ്പാത്തിയും കഴിക്കാം. അപ്പോൾ 2 ഉപയോഗമായി ചപ്പാത്തി ഉണ്ടെങ്കിൽ. ഇത് നമ്മൾ എപ്പോഴും ഈസിയാണ് ചപ്പാത്തി വീട്ടിലുണ്ടാക്കാൻ. ഇത് എമർജൻസി കേസിന് മാത്രം നമുക്ക് സുഖമില്ലാതിരിക്കുമ്പോഴൊക്കെ ജോലിക്ക് പോകുന്നവർ, തിരക്കുള്ളവർ, അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് ഫ്രോസൺ ഐറ്റംസ്. പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റും. ഇനിയിപ്പോൾ ചിലത് ചുട്ട് വരുന്ന ചപ്പാത്തി ഉണ്ടാവും. ഇപ്പോൾ ഇതുപോലെ ഫ്രോസൺ ആണെങ്കിൽ മാത്രം ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കാം. ശരിക്കും നമ്മൾ പൂരി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആയിട്ട് ഇതേപോലെ നല്ല ബോൾ പോലെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു പാക്കറ്റിൽ 10 എണ്ണം 12 എണ്ണം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ചപ്പാത്തിയും കഴിക്കണമെങ്കിൽ ചപ്പാത്തിയും കഴിക്കാം, പൂരി കഴിക്കണമെങ്കിൽ പൂരി ആക്കാം. കാരണം ഇത്രയും ഒരു പൂരി കിട്ടിയില്ലേ 3 ചപ്പാത്തിയിൽ നിന്ന്. അത് അതേപോലെ എടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് പൊട്ടറ്റോ ഇസ്റ്റു ആണ് കേട്ടോ. പൂരിയുടെ കൂടെ കഴിക്കാൻ പൊട്ടറ്റോ ഇസ്റ്റു ആണ് ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് തിക്കായിട്ടല്ല എടുത്തിരിക്കുന്നത്. തിക്കാക്കാൻ ഇവർക്ക് ഇതുപോലെയാണ് ഇഷ്ടം. അപ്പോൾ അതുപോലെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫ്രോസൺ ചപ്പാത്തി വാങ്ങുമ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. കാരണം പൂരി ഉണ്ടാക്കാൻ മടിയാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞവരുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് പൂരി ആക്കി കഴിക്കാവുന്നതേ ഉള്ളൂ. ഫ്രോസൺ ചപ്പാത്തി വാങ്ങി ഈ ഭൂരി ഉണ്ടാക്കാമെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കുക. അറിയുന്നവരുണ്ടാവും, ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വാങ്ങി ഉണ്ടാക്കി നോക്കുക. കാരണം പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.